ലോകത്തിലെ തന്നെ സെക്കൻഡ് ഓൾഡസ്റ്റ് മോട്ടോർ സൈക്കിൾ ബ്രാൻഡാണ് ഹുസ്ക്വർണ. 2020 ഹുസ്ക്വർണ അവരുടെ സ്വാറ്റ്പുലൻ വിറ്റ്പുലൻ റേഞ്ച് അവതരിപ്പിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന അവരുടെ ലേറ്റസ്റ്റ് 2024 എഡിഷൻ ബൈക്സ് ആണ്. ലെറ്റ്സ് സീ ദ സ്വാറ്റ്പുലൻ 401. വെൽക്കം ടു ഫ്ലൈവീൽ. സ്വാറ്റ്പുലൻ എന്നുള്ളതൊരു സ്വീഡിഷ് വാക്കാണ്. അതിൻ്റെ അർത്ഥം ബ്ലാക്ക് ആരോ എന്നാണ്. നമ്മളിത് കാണുന്ന പോലെ തന്നെ ഇതൊരു സ്ട്രീറ്റ് സ്പോർട്ട് ബൈക്കാണ്. ഒരു സ്ട്രീറ്റ് സ്പോർട്ട് ബൈക്കിന് വേണ്ട 3 കാര്യങ്ങൾ: മിനിമലിസം, റിഫൈൻമെൻറ്റ്, പവർ. ഇത് 3 എത്തണമെങ്കിൽ ഒരു ബൈക്ക് തന്നെയാണിത്. 2020 ഹുസ്ക്വർണ സീരീസിൻ്റെ മെയിൻ പ്രശ്നം അതിൻ്റെ വലുപ്പം തന്നെയായിരുന്നു. വളരെ ചെറിയ വാഹനമായിരുന്നു. അതിപ്പോൾ മെച്ചപ്പെട്ടിട്ടുണ്ട്. 20% ഓവറോൾ വണ്ടിയുടെ ഡയമെൻഷൻസ് എല്ലാം തന്നെ വലുതായിട്ടുണ്ട്. കൂടാതെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത് അതിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി ആയിരുന്നു. 9.5 ലിറ്റർ ആയിരുന്നു അതിൻ്റെ ഫ്യൂവൽ കപ്പാസിറ്റി നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് 13.5 ലിറ്റേഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാവുന്ന പോലെ KTM ഓൺ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഹുസ്ക്വർണ. അതുകൊണ്ട് തന്നെ KTM ഡ്യൂക്ക് 390യുടെ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ KTMൽ കണ്ടുവരുന്ന ഷാസി, സബ് ഫ്രെയിം, സ്വിംഗ് ആം, കൂടാതെ ഓഫ്സെറ്റ് ആയിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന മോണോഷോക്ക് സസ്പെൻഷൻ, അത് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന സീറ്റ് കുറച്ചുകൂടി സോഫ്റ്റർ ആണ് നേരത്തെ 2020 എഡീഷനിൽ നിന്നും. കൂടാതെ കുറച്ചുകൂടി വൈഡറും ആണ്. ടെയിൽ ടൈഡി സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിരുന്ന അപൂർവം ഒരു ബ്രാൻഡായിരുന്നു ഹുസ്ക്വർണ. 2020 വിറ്റ്പുലൻ സ്വാറ്റ്പുലൻ ഇറങ്ങിയപ്പോഴത്തേക്കും ടെയിൽ ടൈഡി ഉണ്ടായിരുന്നു. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു റിയർ പോർഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. വളരെ എസ്തെറ്റിക്കും ആയിരുന്നു അത്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഫങ്ഷണൽ ആയിട്ടുണ്ട്. LED ടെയിൽ ലാംപ്സ്, LED ഇൻഡിക്കേറ്റേഴ്സ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. സ്വീഡിഷ് മിനിമലിസം വിളിച്ചു പറയുന്ന ഒരു ടാങ്ക് പോർഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ ഈ ഫ്യൂവൽ ക്യാപ്പിൻ്റെ ചുറ്റുമായിട്ടൊരു ഡിസൈൻ എലമെൻറ്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൂടാതെ നമുക്കിതിൽ മെയിനായിട്ട് വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ്. നേരത്തെ വന്നിരുന്നൊരു റൗണ്ട് ഒരു ചെറിയൊരു ഡിസ്പ്ലേ ആയിരുന്നു. ഇപ്പോൾ നമുക്കൊരു 5 ഇഞ്ച് TFT സ്ക്രീനാണ് കാണാൻ പറ്റുന്നത്. ആ ഡ്യൂക്ക് 390 ഉള്ള പോലെ തന്നെയുള്ളൊരു സിസ്റ്റമാണ് ഉള്ളതിൽ. നമ്മളിപ്പോൾ ഒരു ചെറിയ റൈഡ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. ആക്ച്വലി നമ്മൾ റൈഡ് ചെയ്തത് ഒരു ഹൈവേ, കുറച്ച് റിമോട്ടായിട്ടുള്ള കുറച്ച് ദൂരത്തോട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ പോയത്. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്തൊരു ഓഫ് റോഡ് ടെറൈൻ കണ്ടു. വണ്ടി സ്ക്രാംബ്ലറാണല്ലോ, അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഒരു മലയൊക്കെ കയറ്റി കൊണ്ടുവന്നിട്ട് ഈ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. സ്ക്രാംബ്ലർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ഓഫ് റോഡറായിട്ടൊന്നല്ല ഇവർ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ കണ്ടീഷന് പറ്റുന്ന എവറി ഡേ ഓഫ് റോഡിങ്, അതായത് നമ്മുടെ സാധാരണ റോഡ് തന്നെ അങ്ങനെയുള്ള റോഡിൽ കൂടെ പോകാൻ പറ്റിയൊരു വണ്ടിയാണിത്. കാര്യം 17 ഇഞ്ച് വീലാണെങ്കിലും പിരലിയുടെ ടയേഴ്സാണ് വന്നിരിക്കുന്നത്. ഇതെല്ലാം നല്ല രീതിക്ക് വണ്ടിയുടെ ലുക്സിനെയും റൈഡിനെയും കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. വിറ്റ്പുലൻ 401ൻ്റെ പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്യൂക്ക് 390 വരുന്ന പോലെ തന്നെ 43 bhp at 9000 RPM, 39 Nm ടോർക്ക് 7000 RPM നമുക്ക് ലഭിക്കുന്നത്. സ്ക്രാംബ്ലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാഡ് പാച്ചസിലൊക്കെ നല്ല രീതിക്ക് അതിൻ്റെ സസ്പെൻഷൻ്റെ ഗുണം മനസ്സിലാവുന്നുണ്ട്. സ്റ്റിഫ് സസ്പെൻഷനൊന്നുമല്ല, അത്യാവശ്യം ബാലൻസ്ഡ് ആയിട്ടുള്ള റൈഡ് തന്നെയാണ് കിട്ടുന്നത്. വിറ്റ്പുലൻ 401 ട്യൂൺ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോ എൻഡും മിഡ് റേഞ്ചും നല്ല രീതിക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്ന രീതിക്കാണ് അതിൻ്റെ ട്യൂണിങ് വന്നിരിക്കുന്നത്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു 2020 സ്വാറ്റ്പുലൻ വിറ്റ്പുലൻ്റെ സൈസിനെ പറ്റി. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു ഇന്ത്യൻ കണ്ടീഷൻ വെച്ച് ഇന്ത്യയിൽ കറൻ്റ്ലി ഉള്ള ലൈനപ്പ് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ചെറിയ വണ്ടിയായിട്ട് തോന്നുന്നതാണ്. പക്ഷേ ഇത് ആക്ച്വലി ഈ വണ്ടി ഭയങ്കര നിമ്പിളാണ്. അന്നും നിമ്പിളായിരുന്നു. ഇതിപ്പോൾ ഒരു കസ്റ്റമർ ഫീഡ്ബാക്കിൻ്റെ ഒരു ബേസിസിലാണ് ഈ വണ്ടി ഇത്രയും ഒരു സ്ട്രെച്ച്ഡ് ഔട്ട് ആയേക്കുന്നത്, സ്കെയിലപ്പ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ റൈഡ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു കൺട്രോൾ, നമുക്ക് ആ ഒരു ഫീല് ഭയങ്കര ഇതാണ്. നമുക്ക് ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് റൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ഈ അപ്ഡേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു എൻഗേജ്ഡ് റൈഡിങ് ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. മീഡിയ ബ്രീഫിങ്ങിനിടയ്ക്ക് ഒരു ജേർണലിസ്റ്റ് ചോദിച്ചിരുന്നു എങ്ങനെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പിരലിയുടെ ടയേഴ്സ് കൊടുക്കാൻ പറ്റുന്നതെന്ന്. അതിന് റെസ്പോൺസ് എന്താ അവർ കൊടുത്തതെന്ന് വെച്ചാൽ ഡ്യൂക്കിലൊക്കെ വരുന്ന ഒരുപാട് ഇലക്ട്രോണിക്സ് ഇതിൽ കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു സ്ക്രാംബ്ലർ ക്യാരക്ടർ കൂടുതൽ വണ്ടിയിലേക്ക് വരാനും ആ ഒരു തീം വണ്ടിക്ക് ത്രൂ ഔട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അതിന് നല്ല രീതിക്ക് ഈ പിരലിയുടെ ഓഫ് റോഡ് ടയേഴ്സ് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. 2020 റേഞ്ചിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പുതിയ വിറ്റ്പുലൻ 401 ഏകദേശം 90% കോമ്പണൻസിന് ചേഞ്ച് വന്നിട്ടുണ്ട്. ഈ ചേഞ്ചസ് എല്ലാം തന്നെ വണ്ടിയുടെ ലുക്കിലാണെങ്കിലും റൈഡിങ് ഫീലിലാണെങ്കിലും വളരെയധികം എവിഡൻ്റ് ആണ്. പിന്നെ നമുക്കറിയാം ബജാജ് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനമാണിത്. ഇന്ത്യയിൽ നിന്നാണ് പുറത്തോട്ടുള്ള കൺട്രീസിലെല്ലാം പോകുന്നത്. ആ ഒരു ക്വാളിറ്റി ഈ വണ്ടിയിൽ ത്രൂ ഔട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 2.92 lakhs ആണ് എക്സ് ഷോറൂം ഡൽഹി.
നിങ്ങൾക്ക് ഈ വാഹനത്തിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് റൈഡ് ചെയ്യണമെങ്കിൽ KTM ഹുസ്ക്വർണ ഷോറൂമിൽ പോയാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ് ലഭിക്കുന്നതായിരിക്കും. സോ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്തൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ സ്റ്റെനി ജോസഫ് സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ്.